ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എണീച്ച് തന്നെ ഭയങ്കര മഴയുടെ ഒക്കെ ഒരു സൗണ്ട് കേട്ടിട്ടാ. അപ്പൊ സൗണ്ട് കേട്ടപ്പോ തന്നെ വിചാരിച്ചു വേഗം എണീക്ക, പുറത്ത് പോയിരിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ മഴ കാണാൻ വേണ്ടിയിട്ടാ. അങ്ങനെ എണീച്ച് വാഷ്റൂമിലൊക്കെ പോയി നേരെ പുറത്ത് പോയിരിക്കുകയാണ്. അങ്ങനെ മഴ ഒക്കെ കണ്ട് കുറെ നേരം ഇരുന്ന് മഴ ഒക്കെ ആസ്വദിച്ചിരുന്നിട്ടാ. അപ്പൊ നിങ്ങൾ അവിടൊക്കെ എങ്ങനെ ഇപ്പൊ മഴ പെയ്യാറുണ്ടോ? ഇത് അത്യാവശ്യം നല്ല മഴയായിരുന്നു. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് രാവിലെ എണീച്ചപ്പോ തന്നെ ഇങ്ങനെ മഴ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കുറച്ച് ടൈമൊക്കെ അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വീണ്ടും അകത്തേക്ക് വന്ന്. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ട്, പാല്, അതുപോലെ ബീഫ് കറിയാണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മിക്ക രാവിലത്തെ കടികൾക്കും, അതായത് പത്തിരി, ചപ്പാത്തി, നൂൽപുട്ട് എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിൽക്കും എനിക്ക് കറി കൂട്ടണമെന്നാണ് ഒന്നും കൂടി ഇഷ്ടം. അത് ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, നല്ല അടിപൊളിയാണ്. അതല്ല, മിക്ക ആൾക്കാരും ഉണ്ടാവും പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവര്. ഇക്കൂനൊക്കെ അതാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. പക്ഷെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നല്ല അടിപൊളി ബീഫ് കറിയും പിന്നെ നൂൽപുട്ടൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതിന്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല പാൽ ചായ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വേഗം കഴിച്ചിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടി നടത്താൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ചൂണ്ടൽ പോകാനും പ്ലാൻ ഉണ്ട്. അപ്പൊ കുറച്ച് ഡേയ്സ് അവിടെ നിൽക്കും. അപ്പൊ ഞങ്ങളെ ഡ്രസ്സ് പാക്ക് ചെയ്യലും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ചെയ്യണം. അപ്പൊ ഞാൻ അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യലൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് ഡ്രസ്സുകൾ തിരുമ്പിയിട്ടിരിക്കണുണ്ടായിരുന്നു മുകളിൽ. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുകയാണ്. ഇനി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഉമ്മാക്ക് ചൂണ്ടല്ല അവിടെ അവർക്കൊക്കെ ഒരു കല്യാണം ഉണ്ട്. അപ്പൊ ആ കല്യാണം കൂടിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെ വിളിക്കാൻ വരാന്നിട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കുളിയും ഫുഡ് കഴിക്കലും ഒക്കെ തീർക്കണം. പിന്നെ ഇന്ന് ഞങ്ങള് പെരുമ്പലാവ് പോണുണ്ട്. അവിടെ കുഞ്ഞിമ്മ ഉണ്ട്. അപ്പൊ കുഞ്ഞിമ്മയുടെ മോളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഗൾഫിലുള്ള ടൈമില്. അപ്പൊ ഞങ്ങൾക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇപ്പോ ഈദിന് മുൻപായിട്ട് ഡ്രസ്സ് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് ആ ചെക്കന്റെ വീട്ടുകാർ വരുന്നുണ്ട്. അപ്പൊ പിന്നെ അവരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെയും കൂടിയും ഇന്ന് ആ ഒരു ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിനും കൂടിയും പോവാന്ന് വെച്ചിട്ടാണ് ഇന്ന് തന്നെ പോണത് കേട്ടാ. അപ്പോ ഞാനിതേ ഡ്രസ്സൊക്കെ മടക്കി വെച്ചതിന് ശേഷം പിന്നെ നേരെ പോയി കുളിച്ച് റെഡിയായി. പിന്നെ കുട്ടീസിനൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടത്. അയിൻ ബേബി പിന്നെ റെഡി ആയതിനു ശേഷം പിന്നെ ഒന്ന് കിടന്ന് ഉറങ്ങി. അപ്പൊ അവൻ അവിടെ ഉറങ്ങിക്കോട്ടെ ജസ്റ്റ് ഇവിടെ കിടത്തിയിട്ടുണ്ട്. റുവ ബേബി ആണെന്നുണ്ടെങ്കിലും ഫുൾ സെറ്റായി. റിസമോള് നല്ല അടിപൊളിയായിട്ട് മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതിനുശേഷം റുവാക്കുള്ള ഫുഡ് കൊടുത്ത്, അവൾക്ക് എരിവില്ലാത്ത ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ കൊടുത്ത് പിന്നെ ഞാനും ഫുഡ് കഴിച്ച്. അപ്പൊ ഇന്ന് ഉച്ചക്കൽക്ക് ചോറിൽക്ക് നല്ല അടിപൊളി ചക്കക്കുരും ഉണക്കച്ചെമ്മീനും കൂടിയിട്ട് വറുത്തരച്ചൊരു കറി ഉണ്ടായിരുന്നു. പിന്നെ ചാളമീൻ തപ്പ് വെച്ചത്, പിന്നെ പയറുപ്പേരി, പച്ചക്കറി, അങ്ങനെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചത് കേട്ടാ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മറ്റേ തപ്പ് വെച്ചതില്ലേ ചാള, അതൊന്നും കൂടിയും പറ്റാനുണ്ടായിരുന്നു. അപ്പൊ ഉമ്മ അത് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് പറഞ്ഞത്. ഞാൻ ഇനി ലേറ്റ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്ന് വേഗം എടുത്ത് കഴിച്ചതാ. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിച്ച് സെറ്റായിരിക്കുമ്പോ തന്നെ അവരെത്തിയിട്ടാ. അപ്പോഴത്തേക്കും ഞാനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഉമ്മ, സജനാത്ത, മാമി ഒക്കെ കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് ഉമ്മ മാംഗോ ജ്യൂസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എല്ലാരും കൂടി കുടിച്ച് അങ്ങനെ പിന്നെ നമ്മൾ ഒന്നിച്ച് പോവാണ്. അപ്പൊ ഇവിടുന്ന് നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോണത്. നമുക്ക് ഇന്നൊരു വീട് പാർക്കൽ ഫംഗ്ഷനും കൂടി ഉണ്ട്. നമ്മളെ വീട്ടിലത്തെ തൊട്ട ബാക്കിൽ ഉള്ള ഒരു വീട്ടിലാണ് പോവാനുള്ളത്. അപ്പൊ അവിടേക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആദ്യമേ വാങ്ങിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് വീട് എത്തി കഴിഞ്ഞപ്പോ അവിടെ നിന്ന് നടക്കല്ലേ വേണ്ടുള്ളൂ. അപ്പൊ ഞാനും ഉമ്മയും കൂടി ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ആ ഒരു ഫംഗ്ഷന് പോയി, അതൊക്കെ കൊടുത്ത് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മള് സജനാത്താടെ അവിടേക്ക് വന്നിട്ടാ പെരുമ്പിലാവിലേക്ക്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ കുറെ കുട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് അയിൻ ബേബിനെയും റുവ ബേബിനെയും ഒക്കെ കണ്ട സന്തോഷത്തിലാണ്. അപ്പൊ എല്ലാരും കൂടിയിട്ട് അയിൻ ബേബിനെ ഇതേ കളിപ്പിക്കുകയാണ് കേട്ടോ. അതിനുവാണെന്നുണ്ടെങ്കിൽ നല്ല കുട്ടിയായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. അവരെല്ലാരും കൂടിയിട്ട് കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. റുവ ബേബി ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഹാപ്പിയായി എല്ലാരെയും കണ്ടു കഴിഞ്ഞപ്പോ. അവൾക്ക് ഇങ്ങനെ കുട്ടീസിനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കളിക്കാൻ കുറെ ആൾക്കാരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ.
വേറൊരു വിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റുവ ബേബിക്ക് ഉമ്മാനെയും അതുപോലെ സജനാത്താനെയും കൂടി തെറ്റിപ്പോവാണ് കേട്ടോ. അവര് രണ്ടുപേരും ഏകദേശം കാണാനും ഒരുപോലെയാണ്. അപ്പൊ സജനാത്ത നിസ്കരിക്കണ കണ്ടിട്ട് ഉമ്മുമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഉമ്മുമ്മ ഉമ്മുമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയും അതുപോലെ മടിയിൽ കയറിയിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടാ. റുവ 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 ഉമ്മുമ്മ എവിടെ? ഉമ്മുമ്മ റുവ ബേബി ഉമ്മുമ്മക്ക് ഒരു ഉമ്മ കൊടുത്തേ, ഒരു ഉമ്മ കൊടുത്തേ. പിന്നെ ഇതേ അവരെത്തുന്നതിന് മുൻപായിട്ട് കുറച്ച് ടൈം കുട്ടീസ് എല്ലാവരും കൂടിയിട്ട് ഡോറ പൂജയൊക്കെ വെച്ചിട്ട് കാണുന്നുണ്ട്. റുവ ബേബിക്ക് അത് കാണാൻ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഇതേ റിച്ചുവിന്റെ മടിയിൽ ഇരുന്നിട്ട് അവളും കണ്ടോണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ചെക്കൻ്റെ വീട്ടിലത്തെ എല്ലാവരും വന്ന് ഇതേ ഫസ്റ്റ് ഇരിക്കണതാണ് നമ്മളെ ചെക്കൻ. അപ്പൊ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലൊക്കെ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ അറിയാം. അപ്പോൾ രണ്ടുപേരെ അറിയണ പോലെ കേട്ടോ. പെണ്ണാണെന്നുണ്ടെങ്കിൽ അവൾ എൻ്റെ കസിനാണ്, അവൻ എൻ്റെ ഫ്രണ്ടാണ് എന്നുള്ള രീതിയിൽ രണ്ടുപേരെ അറിയാം. അപ്പൊ അവർക്ക് കുറെ സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് അത്രയൊക്കെയാണ് നമ്മളുടെ മെയിൻ ആയിട്ടും ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.